PC ട്യൂഷൻ സെന്ററിലെ ഓൺലൈൻ ട്യൂഷൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ 9ാം ക്ലാസ്സുകാരുടെ മാത്സ് ചാപ്റ്റർ 4 ആണ് എടുക്കുന്നത്. ചാപ്റ്റർ 4 ന്യൂ നമ്പേഴ്സ്, പുതിയ സംഖ്യകളുടെ ലാസ്റ്റ് ഭാഗത്തേക്ക് നമ്മൾ എത്തി. നമ്മൾ പേജ് നമ്പർ 60 ആണ് കേട്ടോ. പേജ് നമ്പർ 60ലെ ഫസ്റ്റ് പ്രോബ്ലം നമ്മൾ ചെയ്ത് കഴിഞ്ഞതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ. അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന രണ്ടാമത്തെ പ്രോബ്ലം ആണ്. പേജ് നമ്പർ 60 സെക്കൻഡ് ക്വസ്റ്റ്യൻ കേട്ടോ. ചോദ്യം കേൾക്കാം. Prove that √2 plus 1 and √2 minus 1 is equal to 1. അത് ആദ്യം തന്നെ നമ്മളോട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. നമ്മളോട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് √2 plus 1 √2 minus 1 ഒന്നാണെന്നും and use this അത് ഉപയോഗിച്ചിട്ട് കമ്പ്യൂട്ട് ചെയ്യാം √2 minus 1 correct to 2 decimal places ആണ് കേട്ടോ. √1 plus മലയാളം പഠിക്കുന്ന ചോദ്യം നോക്കാം. √1 plus √2 plus 1 into √2 minus 1 is equal to 1 എന്ന് തെളിയിക്കാൻ ഇത് ഉപയോഗിച്ച് 1/√ന്റെ -1 എന്ന 2 ദശാംശ സ്ഥാനം വരെ ശരിയാക്കാനായിട്ട് 2 ദശാംശ സ്ഥാനത്തിന് ശരിയാക്കണം. പക്ഷെ ആദ്യം നമ്മളോട് പ്രൂവ് ചെയ്യാൻ തന്നിരിക്കുന്നത് √2 plus 1 into √2 minus 1 √2 plus 1 into √2 minus 1 is equal to 1 എന്ന് പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ടാണ് നമ്മളോട് പറയുന്നത് 1/√2 minus 1. എന്നിട്ട് നമ്മളോട് ഇത് കാണാൻ പറഞ്ഞേക്കാണ് √2 minus 1. ഇത് ചെയ്തിട്ട് അത് കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യം പ്രൂവ് ചെയ്യണം √2 plus 1 into √2 minus 1 is equal to 1. ഇത് കാണുമ്പോൾ തന്നെ അറിയാം നമുക്ക് ഏത് ഫോർമുലയാണ്. നമ്മൾ ഇക്വേഷൻസ് പഠിച്ചതാണ്, ഐഡന്റിറ്റീസ് ഒക്കെ പഠിച്ചതാണ് അല്ലെ. എന്താണ് a plus b into a minus b? എന്താ നമ്മൾ പഠിച്ചിരിക്കുന്നതാണ് a plus b into a minus b എന്ന് പറഞ്ഞാൽ a സ്ക്വയർ മൈനസ് b സ്ക്വയർ ആണ് പറഞ്ഞതാ ഇല്ലേ. നമ്മൾ 8ാം ക്ലാസ്സിൽ പഠിച്ചതാണ് a plus b into a minus b. അല്ലെങ്കിൽ a b ആവണമെന്നില്ല കേട്ടോ. നമ്മൾ x y ആണ് കഴിഞ്ഞത് നിങ്ങളുടെ ടെക്സ്റ്റിലായിരുന്നു. അപ്പൊ x plus y into x minus y എന്ന് നമ്മൾ ഫോർമുല പഠിച്ചത് x സ്ക്വയർ മൈനസ് y സ്ക്വയർ ആണ്. കിട്ടിയോ? അപ്പൊ നമ്മളിവിടെ കാണേണ്ടത് ഇതിന് ആദ്യം തന്നെ നിങ്ങൾ ഇക്വേഷൻ എഴുതാം കേട്ടോ. എന്താ ഇക്വേഷൻ? a plus b into a minus b. അത് പല സ്കൂളിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ചില സ്കൂളിൽ a plus b a minus b അതല്ലെങ്കിൽ x plus y into x minus y. ഏത് വാല്യൂബിൾ എഴുതിയാലും കുഴപ്പമില്ല കേട്ടോ. ഇത് രണ്ട് സംഖ്യ എയും ബിയും ഇവിടെ എയും ബിയും തന്നെ. അല്ലെങ്കിൽ x y ആണെങ്കിൽ x minus y. അപ്പൊ a plus b into a minus b is equal to a square minus b square. ഈ ഐഡന്റിറ്റീസ് നമ്മൾ പഠിച്ചതാണ് 8ാം ക്ലാസ്സിൽ. ഇതെല്ലാവരും നന്നായിട്ട് പഠിക്കണം കേട്ടോ. a plus b into a minus b എന്ന് പറഞ്ഞാൽ a square minus b square ആണ് അല്ലേ. അപ്പൊ നമ്മൾ ഇനി ചെയ്യേണ്ടത് ഈ ഫോർമുല വെച്ചിട്ട് ചെയ്യാം. a എന്ന് പറഞ്ഞാൽ √2 ആണ്, b എന്ന് പറഞ്ഞാൽ 1 ആണ് അല്ലേ. a എന്ന് പറഞ്ഞാൽ ഇവിടെ വീണ്ടും √2, b എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പൊ ഇതിന്റെ ഇക്വേഷൻ അപ്പൊ a സ്ക്വയർ മൈനസ് b സ്ക്വയർ ആണ്. അപ്പൊ നമ്മൾ അത് ആദ്യം എടുത്ത് എഴുതാണ് കേട്ടോ. √2 plus 1 into √2 minus 1 is equal to a സ്ക്വയർ. a എന്ന് പറഞ്ഞാൽ √2 ആണ്. അപ്പൊ നമ്മൾ എന്താ എഴുതാം? √2ന്റെ സ്ക്വയർ അല്ലേ മൈനസ് b സ്ക്വയർ. b സ്ക്വയർ എന്ന് പറഞ്ഞാൽ b എത്രയാ? 1 ആണ്. a എന്ന് പറഞ്ഞാൽ √2ഉം b എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പൊ നമ്മൾ a സ്ക്വയർ എന്ന് പറയുമ്പോൾ √2ന്റെ സ്ക്വയർ. √2ന്റെ സ്ക്വയർ എത്രയാ? √2 into √2 എന്ന് പറഞ്ഞാൽ എത്രയാ? √2 എത്രയാണ്? √4 ആണ്. √4 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2 ആണ്. √2ന്റെ സ്ക്വയർ അപ്പൊ ഇവിടെ എത്രയാണ്? 2 ആണ്. √3ന്റെ സ്ക്വയർ പോലെ എന്തായിരിക്കും? 3 ആവും. കാരണം √3 into √3 √3 into √3 എന്താ വരുന്നത്? 3 ആണ്. അതുപോലെ √2 into √2 എന്ന് പറയുമ്പോൾ എത്രയാ വരുന്നത്? 2 ആണ് നമുക്ക് കിട്ടിയത്. ഇനി ഇവിടെ നമുക്ക് എന്താ വേണ്ടത്? √2ന്റെ വില കണ്ടു നമുക്കപ്പോ √2ന്റെ സ്ക്വയർ 2, √2ന്റെ സ്ക്വയർ 2 മൈനസ് 1ന്റെ സ്ക്വയർ എത്രയാ? 1 ആണ്. അപ്പൊ അതുകൊണ്ട് 2 മൈനസ് 1 എത്രയാ? 1 ആണ്. ഇതല്ലേ നമ്മൾ പ്രൂവ് ചെയ്യാൻ പറയുന്നത്. √2 പ്ലസ് 1ഉം √2 മൈനസ് 1ഉം ഈസ് ഈക്വൽ ടു എത്രയാണ്? 1 ആണെന്നാണ് കിട്ടിയത്. കിട്ടിയില്ലേ? എല്ലാവർക്കും മനസ്സിലായോ? √2 പ്ലസ് 1ഉം √2 മൈനസ് 1 എന്ന് പറഞ്ഞാൽ ഇപ്പൊ എന്താ നമ്മൾ പ്രൂവ് ചെയ്തു?
ഒന്നെന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. ഏത് ഫോർമുല വെച്ചിട്ടാണ്? എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആണ് അല്ലെ? അപ്പൊ ഇനി നമ്മൾ ഇത് വെച്ചിട്ട് ഇപ്പൊ നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ അത് കിട്ടി, പ്രൂവ് ചെയ്യാൻ പറഞ്ഞു, നമ്മൾ പ്രൂവ് ചെയ്തു. ഇനി പറയാണ് ഇത് വെച്ചിട്ട് നമ്മൾ ഇത് കാണണം എന്ന് പറഞ്ഞാൽ ഇനി നോക്കി ഈ ഫോർമുലയാണ് ഞാനൊന്ന് മാറ്റുന്നത്. റൂട്ട് 2 പ്ലസ് 1 ഇൻറ്റു റൂട്ട് 2 മൈനസ് 1 എന്ന് പറഞ്ഞാൽ ഒന്നല്ലേ? അപ്പോ നമുക്കിവിടെ ആവശ്യം റൂട്ട് 2 മൈനസ് 1 ആണ് ഇങ്ങോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോ ഇതിനെ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുപോകാം. റൂട്ട് 2 പ്ലസ് 1 ഇസിക്കൽ ടു എന്ന് പറയുമ്പോൾ എന്താണ്? ഇതിനെ ഇപ്പത്തേക്ക് കൊണ്ടുവന്നു. അപ്പൊ 1 റൂട്ട് 2 മൈനസ് 1 അല്ലെ? അപ്പൊ 1 റൂട്ട് 2 മൈനസ് 1 എന്ന് പറഞ്ഞാൽ എന്താണ്? ഇസിക്കൽ ടു റൂട്ട് 2 പ്ലസ് 1. ഇത് ഗുണനമാണ് കേട്ടോ. ഗുണനം ഇൻറ്റു റൂട്ട് 2 പ്ലസ് 1 റൂട്ട് 2 മൈനസ് 1 ആണ്. അപ്പോ ഇതിനെ നമ്മള് ഒരെണ്ണത്തിന് അങ്ങോട്ട് കൊണ്ടുപോകുമ്പോ എന്താവും? അത് ഡിവിഷൻ ആവും. ഗുണനം ഹരണമായിട്ട് മാറാണ്, ഇൻറ്റു ഡിവിഷൻ ആവാണ്. അതുകൊണ്ടാണ് 1 റൂട്ട് 2 മൈനസ്. ഇനി ഇതുപോലെ തന്നെ നമുക്ക് ഇങ്ങനെ തന്നെ കാണാം. ഇതാണ് നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുപോകണമെങ്കിലോ റൂട്ട് 2 പ്ലസ് 1 ആണെങ്കിൽ കൊണ്ടുപോകണമെങ്കിലോ റൂട്ട് 2 മൈനസ് 1 ഇസിക്കൽ ടു ഇത് ഇങ്ങോട്ട് കൊണ്ടുപോകുമ്പോ ഇവിടെയുള്ള 1 ആദ്യം ഇട്ടു, പിന്നെ ഡിവിഷൻ ആണ് റൂട്ട് 2 പ്ലസ് 1 കിട്ടിയില്ലേ? റൂട്ട് 2 മൈനസ് 1 ഇസിക്കൽ ടു എന്താണ്? 1 റൂട്ട് 2 പ്ലസ് 1 ആണ്. പക്ഷെ ഇവിടെ നമുക്ക് ഇതെല്ലാം ആവശ്യം ഇതാ ചോദിച്ചിട്ടുള്ളൂ. റൂട്ട് 2 പ്ലസ് 1 ഇൻറ്റു റൂട്ട് 2 മൈനസ് 1 ഒന്നാണ്. അപ്പൊ ഇതിൽ ഏത് കാണാൻ പറഞ്ഞാലും അടുത്ത് ഏതാണോ ഇതാണ് കാണാൻ പറയണമെങ്കിൽ ഇതിനെ അങ്ങോട്ട് കൊണ്ടുപോകാം. ഇവിടെ ഇതാണ് അല്ലെ വന്നേക്കുന്നത്. അപ്പൊ നമ്മള് ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. അപ്പൊ നമുക്ക് ഇവിടെ കിട്ടി 1 റൂട്ട് 2 മൈനസ് 1 ഇസിക്കൽ ടു ഏതാണ്? റൂട്ട് 2 പ്ലസ് 1. ഇതുവരെ മനസ്സിലായോ എല്ലാവർക്കും? അപ്പൊ നമ്മുടെ ചോദ്യം ഇതാണ്. ഇതല്ലേ നമ്മുടെ ചോദ്യം? 1 റൂട്ട് 2 മൈനസ് 1 ആണ് നമ്മളോട് കാണാൻ പറഞ്ഞിരിക്കുന്നത്. ഇത്രയുമാണ് നമ്മളോട് കാണാൻ പറഞ്ഞത്. അതിനെ നമ്മൾ ഈ ഫോർമുലയിൽ ആക്കാനാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ. ഇതാദ്യം നമ്മൾ 1 ആണെന്ന് പ്രൂവ് ചെയ്തു. അത് കഴിഞ്ഞ ശേഷം ഇതിനെ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുപോകാൻ അപ്പൊ ഡിവിഷൻ ആക്കി അല്ലെ? ഇത് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ഇതൊന്നും ഇങ്ങോട്ട് മറച്ചിട്ടുള്ളൂ കേട്ടോ. ഇത് ഇങ്ങോട്ട് പോയി ഇത് ഇങ്ങോട്ട് ഒന്ന് വെറുതെ ക്വസ്റ്റ്യൻ ഒന്ന് മറച്ചിട്ടു. അപ്പൊ 1 റൂട്ട് 2 മൈനസ് 1 എന്ന് പറഞ്ഞാൽ എത്രയാ? റൂട്ട് 2 പ്ലസ് 1 ആണ്. അതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് കാണാം 1 റൂട്ട് 2 മൈനസ് 1 എത്രയാണെന്ന് ചോദിച്ചത്? ഇസിക്കൽ ടു റൂട്ട് 2 പ്ലസ് 1 ആണ്. റൂട്ട് 2ന്റെ വില എത്രയാ? 1.41 പ്ലസ് 1 അല്ലെ? 1.41ന്റെ വില എത്രയാ? ഞാൻ പറഞ്ഞൊക്കെ കൂട്ടുമ്പോ ശ്രദ്ധിക്കുക. 1.41 നൽകുമ്പോൾ ഈ 1 കൂട്ടുമ്പോ ഇവിടെ ഇടാൻ പാടുള്ളൂ കേട്ടോ. കാരണം ഇപ്പുറത്തുള്ളത് ദശാംശ സംഖ്യകളാണ്, ഡെസിമൽ നമ്പേഴ്സ് ആണ്. നമുക്ക് ഇവിടെയാണ് ഇടാൻ പാടുള്ളൂ. അപ്പൊ എത്ര കിട്ടി? 2.41 കിട്ടിയേ? 2 ഡെസിമലിനാണ് അവർ ശരിയാക്കാൻ പറഞ്ഞിരിക്കുന്നത് അല്ലെ ചോദ്യത്തില്? കറക്റ്റ് ടു 2 ഡെസിമൽ ആണ്. അപ്പൊ അതുകൊണ്ട് 4. ഇനി 3 ഡെസിമൽ ആണെങ്കിൽ നമ്മുടെ കയ്യിലുണ്ട് ഇല്ലേ? റൂട്ട് 2ന്റെ വില എത്രയാ? 1.414 ഇട്ട് കഴിഞ്ഞാൽ 3 ഡെസിമലിന് 3 ദശാംശത്തിന്. പക്ഷെ സാധാരണഗതിയിൽ 2 ഡെസിമൽ ആണ്. അതുകൊണ്ടാണ് 1.41. ഇനി 1 ഡെസിമലിനാണെങ്കിൽ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ് അല്ലെ? 1 ഡെസിമൽ ആവുമ്പോ 1.4, 2 ഡെസിമൽ ആവുമ്പോ 1.41, 3 ഡെസിമൽ ആവുമ്പോ 1.41. ഇതെല്ലാം റൂട്ട് 2ന്റെ വില തന്നെയാണ്. ഓരോ ഡെസിമൽ വരുമ്പോ ഓരോന്ന് കൂട്ടണം നമ്മൾ അല്ലെ? ഇവിടെ നമുക്ക് 2 ഡെസിമൽ ആണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് 1.41 ഇട്ട് ചെയ്യും. കിട്ടിയില്ലേ എല്ലാവർക്കും? മനസ്സിലായോ? ഇനി ഇതേ പാറ്റേണിൽ ചെയ്യാനായിട്ടാണ് അടുത്ത കണക്കുകൾ വരുന്നത്. അടുത്ത കണക്ക് എന്താ? തേർഡ് ക്വസ്റ്റ്യൻ കേട്ടോ. തേർഡ് ക്വസ്റ്റ്യൻ കമ്പ്യൂട്ട് 1 ചോദ്യം ഇതാണ്. 1 root 2 plus 1. root 2 plus 1നെ correct to 2 decimal places. ഇതുപോലെ തന്നെ ഇപ്പൊ ഞാൻ നേരത്തെ നിങ്ങൾക്ക് അത് കാണിച്ചു അല്ലേ? 1/√2 പ്ലസ് 1 2 ദശാംശ സ്ഥാനങ്ങൾക്ക് ശരിയാക്കാൻ. ഇതെങ്ങനെയാ 2 ദശാംശ സ്ഥാനങ്ങൾക്ക് ശരിയാക്കാം? 2 ഡെസിമൽസിന് 2 ഡെസിമൽ ആവാന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ്? 2ന്റെ വില 2 ഡെസിമൽ അത്രേ ഉള്ളൂ. അപ്പൊ ഇവിടെ ഇത് നമ്മൾ നേരത്തെ ചെയ്തതാണ്. ഏതാണ് ക്വസ്റ്റ്യൻ? റൂട്ട് 2
പ്ലസ് 1 ഇൻറ്റു കഴിഞ്ഞ ചെയ്തതല്ലേ √2 മൈനസ് 1 ഈക്വൽ ടു 1 ആണ് നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു അല്ലേ. √2 പ്ലസ് 1 ഇൻറ്റു √2 മൈനസ് 1 ഈക്വൽ ടു 1 ആണ് നമ്മൾ പ്രൂവ് ചെയ്തു. അപ്പൊ നമുക്കിപ്പോ കാണേണ്ടത് ഇതാണ് കേട്ടോ, √2 പ്ലസ് 1 ആണ്. അപ്പൊ ഈ √2 പ്ലസ് 1 ഇങ്ങോട്ട് കൊണ്ടുപോയല്ലേ ചെയ്യുന്നത്, 1/√2 പ്ലസ് 1 ഇത് അങ്ങോട്ട് കൊണ്ടുപോകാന്ന് പറയുമ്പോൾ ഇവിടെ ഏതാണുള്ളത് √2 മൈനസ് 1 ഇവിടെ നിർത്തി അല്ലേ, ഈക്വൽ ടു ഇതിനെ അങ്ങോട്ട് കൊണ്ടുപോയി 1/√2 പ്ലസ് 1 ആണ്. അപ്പൊ 1/√2 പ്ലസ് 1 എത്രയാണോ ചോദിച്ചത്. അപ്പൊ നമുക്ക് എന്താ കിട്ടുന്നത് 1/√2 പ്ലസ് 1 എത്രയായിരിക്കും, ഇതാണെന്ന് പറഞ്ഞാൽ ഇതിനെ നമുക്ക് എന്താണ് ഇത് മറിച്ചിട്ടൂടെ. അപ്പോ 1/√2 പ്ലസ് 1 ഈക്വൽ ടു √2 മൈനസ് 1 ആണ്. √2 മൈനസ് 1 എത്രയാ വില, √2ന്റെ വില 1.41 അല്ലെ, 2 ഡെസിമൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. -1 ആണ്. -1 ആവുമ്പോ എന്താ വരുന്നത് 1.41 നിന്ന് 1 മൈനസ് 1 ഇപ്പുറത്തെ സൈഡിൽ ഇടണം. അപ്പൊ 1 മൈനസ് ചെയ്യുമ്പോ ഇവിടെ 41 ഉണ്ട്, ഇവിടെ ഈ പോയിന്റ് ഉണ്ട് കേട്ടോ, 0. അപ്പൊ എത്ര കിട്ടുന്നത് ഈക്വൽ ടു 0.41 കിട്ടി. എല്ലാവർക്കും മനസ്സിലായില്ലേ. അപ്പൊ 1/√2 പ്ലസ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് 1/√2 പ്ലസ് 1 എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഇക്വേഷൻ നമുക്ക് അറിയാം. അതുകൊണ്ട് ഇപ്പൊ നമുക്ക് ഇത് ഈക്വൽ ടു എന്താണ് √2 മൈനസ് 1 ആണ്. അപ്പൊ √2 മൈനസ് 1 നമ്മൾ ചെയ്തു 1.41 മൈനസ് 1 അല്ലെ, 1 മൈനസ് ചെയ്തപ്പോ എത്ര കിട്ടി 0.41 കിട്ടിയായിരുന്നു. And the next question. അടുത്ത ക്വസ്റ്റ്യനും ഇതുപോലെ തന്നെയാണ്. a plus b into a minus b എന്ന് പറഞ്ഞാൽ a സ്ക്വയർ മൈനസ് b സ്ക്വയർ. ആ ഫോർമുല അറിയുള്ളൂ കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ √3 മൈനസ് √2 ഇൻറ്റു √3 പ്ലസ് √2 രണ്ടെണ്ണം തന്നിരിക്കുന്നു. a പ്ലസ് ബി ഇൻറ്റു a മൈനസ് ബി തന്നെ ലഘൂകരിച്ച് എഴുതാനായിട്ട് സിംപ്ലിഫൈ √2 പ്ലസ് 2 √2 മൈനസ് 2 √2 പ്ലസ് 2 സിംപ്ലിഫൈ ചെയ്ത് ഇൻറ്റു ചെയ്തത്. And using this അത് ഉപയോഗിച്ച് 1/√3 മൈനസ് 2 and √3 പ്ലസ് 2 രണ്ടും കാണാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ ആദ്യം തന്നെ നമ്മൾ സിംപ്ലിഫൈ ചെയ്യാൻ പോവാണ്. √3 മൈനസ് √2 ഇൻറ്റു √3 പ്ലസ് √2 ഇതാണ് നമ്മളോട് സിംപ്ലിഫൈ ചെയ്യാം. നമ്മൾ നേരത്തെ ക്വസ്റ്റ്യൻ ചെയ്തത് തന്നെ കേട്ടോ. നേരത്തെ നമ്മൾ √2 ചെയ്തില്ലേ, അതേപോലെ √2 1 ചെയ്തില്ലേ, അതേപോലെ തന്നെ ഇതും ഏതാ ഫോർമുല ഏതാ a പ്ലസ് b ഇൻറ്റു a മൈനസ് b ഈക്വൽ ടു a സ്ക്വയർ മൈനസ്. ഈ ഒരു ഫോർമുല നമ്മൾ ഇന്ന് പഠിച്ചിട്ടുള്ളൂ കേട്ടോ. ഇന്ന് നമുക്ക് പഠിക്കാനുള്ള ഒറ്റ ഫോർമുല a സ്ക്വയർ മൈനസ് b സ്ക്വയർ ആണ്. a പ്ലസ് b ഇൻറ്റു a മൈനസ് b എന്ന് പറഞ്ഞാൽ a സ്ക്വയർ മൈനസ് b സ്ക്വയർ ആണ്. അപ്പോ ഇവിടെ a എന്ന് പറഞ്ഞാൽ √3 നോക്കാം, ഈ ഇക്വേഷൻ എഴുതി നോക്കാം. അപ്പൊ a എന്ന് പറഞ്ഞാൽ √3 ആണ്, b എന്ന് പറഞ്ഞാൽ √2 ആണ് അല്ലെ. അതിന് ഉത്തരം എന്താ വേണ്ടത് a സ്ക്വയർ ആണ്. അപ്പോ √3 മൈനസ് √2 ഇൻറ്റു √3 പ്ലസ് √2 ഈസ് ഈക്വൽ ടു എന്താണ് a സ്ക്വയർ. കഴിഞ്ഞ കണക്ക് വന്നപ്പോ ഞാൻ പറഞ്ഞു അല്ലെ, √3ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ് √3 ഇൻറ്റു √3 √3 ഇൻറ്റു √3 എത്രയാണ് √9 ആണ്. √9 എന്ന് പറഞ്ഞാൽ എത്രയാ 3. അപ്പൊ √3ന്റെ സ്ക്വയർ എത്ര കിട്ടി, രണ്ടതിൽ ഒരു സ്റ്റെപ്പ് കൂടി എഴുതി പറയുന്നത് തെറ്റിക്കും. √3ന്റെ സ്ക്വയർ പിന്നെന്താണ് മൈനസ് b സ്ക്വയർ. b എത്രയാ √2ന്റെ സ്ക്വയർ ഫിസിക്കൽ ടു √3ന്റെ സ്ക്വയർ നമ്മൾ പറഞ്ഞ എത്രയാ 3 ആണ്. √2ന്റെ സ്ക്വയർ എത്രയാ 2 ആണ്. അപ്പൊ ഉത്തരം എത്ര കിട്ടി 3 മൈനസ് 2 1. ഇതെല്ലാം നമ്മളോട് സിംപ്ലിഫൈ ചെയ്യാമല്ലോ. അപ്പൊ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ് സിംപ്ലിഫൈ ചെയ്യാൻ പോകുന്നത്. നമ്മൾ സിംപ്ലിഫൈ ചെയ്തു √2 മൈനസ് 2ഉം √2 പ്ലസ് 2ഉം കൂടി ഇപ്പൊ എത്ര വന്നു 3 മൈനസ് 2 1 ആണ് കേട്ടോ. √2 മൈനസ് 2ഉം √3 മൈനസ് √2ഉം √3 പ്ലസ് √2ഉം കൂടി ഇൻറ്റു ചെയ്താൽ കിട്ടുന്ന ഉത്തരം എത്രയാ 1 കിട്ടി. ഇനി അത് വെച്ചിട്ട് നമ്മളോട് ചോദ്യം പറഞ്ഞിരിക്കുന്നത് എത്രയാണ് ഇപ്പൊ നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. ആദ്യം ഇത് സിംപ്ലിഫൈ ചെയ്യാൻ പറഞ്ഞു, നമ്മൾ സിംപ്ലിഫൈ ചെയ്തു.
നമുക്ക് കിട്ടിയ 1. അത് മനസ്സിലായില്ല എല്ലാവർക്കും? എല്ലാവരും ചെയ്തു കഴിഞ്ഞു. ഇനി ചോദ്യമാണ് 1/√3 മൈനസ് √2 കാണാൻ പറ്റുന്നുണ്ട്, 1/√3 പ്ലസ് √2 രണ്ടും കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഏത് കാണാനും നമുക്ക് ഉത്തരം സെയിം ആണ്. കാരണം ഇതാണ് കാണണമെങ്കിൽ ഇത് അങ്ങോട്ട് കൊണ്ടുപോവാ, ഇവിടെ ആണെങ്കിൽ അത് അങ്ങോട്ട് കൊണ്ടുപോകുക. ഏതെങ്കിലും ഒന്ന് കൊണ്ടുപോയാൽ മറ്റേതുകൂടെ നിൽക്കും. അപ്പൊ ഇവിടെ √3 - 2 ആണ് അപ്പുറത്തേക്ക് കൊണ്ടുപോകുന്നത് അല്ലേ. 1/√3 മൈനസ് √2 എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിനെ അങ്ങോട്ട് കൊണ്ടുപോയി അല്ലെ. 1 ഇത് ഇൻറ്റു ഇവിടേക്ക് വന്നപ്പോ ഡിവിഷൻ ആയി. അപ്പൊ 1/√3 മൈനസ് 2. അപ്പൊ ഇവിടെ ബാക്കി ഏതാ ഉള്ളത്? √3 പ്ലസ് √2 അല്ലെ. അപ്പൊ √3 പ്ലസ് √2 ഇത് ഇവിടെ നിർത്തണമെങ്കിൽ നമ്മൾ ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുപോകാൻ 1/√3 മൈനസ് 2. ചോദ്യത്തിൽ എന്താണ് ഉള്ളത് അതിന്റെ നേരെ ഓപ്പോസിറ്റ്. ഇപ്പൊ ഇതാണ് ചോദ്യത്തിൽ വന്നേക്കാം, ഇതല്ലേ 1/, വരുന്നത്. അപ്പൊ ഇതിനെ മാത്രം ഇവിടെ എത്തുക. ഇനി നമുക്ക് വിലകൾ അറിയാം അല്ലെ. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് 1/√3 മൈനസ് 2 എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ √3 പ്ലസ് 2 ആണ് ഉത്തരം. അപ്പോ എത്രയാ √3യുടെ വില? 1.73. 2 ഡെസിമൽ ആണ് കേട്ടോ. അപ്പൊ 1.73 പ്ലസ് 1.41 ആണ്. ഇത് രണ്ടും കൂടി നമ്മൾ കൂട്ടുകയാണ്. 1.73 1.41 കൂട്ടുമ്പോ എത്രയാ വരുന്നത്? ഇവിടെ 4 7 4 11, ബാക്കി 1 2 1 3. അപ്പൊ നമുക്ക് കിട്ടിയ എത്രയാണ്? 3.14 കിട്ടിയേ. ഇനി അടുത്ത ചോദ്യം ഇവിടെ വന്നിരിക്കുന്നത് ഇതാണ് ചോദ്യം കേട്ടോ. ഇവിടെ എത്ര വരുന്നത്? 1/√3 പ്ലസ് √2 ആണ്. √3 പ്ലസ് √2 ആണ് ചോദ്യം. അപ്പൊ 1/√3 പ്ലസ് √2 എന്ന് വന്നാൽ ഇതാണ് അല്ലെ. ഇതിനെയാണ് അടിയിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പൊ ഇവിടെ ഏതാ വരുന്നത്? ഇതല്ലേ വരുന്നത്. ഇസിക്വൽ ടു എത്രയാണ്? √3 മൈനസ് √2 കിട്ടിയോ? അപ്പൊ ഇവിടെ ഇനി വില ഇടാം. √3യുടെ വില ഇടാം. √3യുടെ വില എത്രയാണ്? 1.73 മൈനസ് 1.41 ആണ്. നമുക്ക് മൈനസ് ചെയ്യാം. ഇതുപോലെ തന്നെ ഇവിടെ നമ്മൾ പ്ലസ് ചെയ്ത പോലെ തന്നെ ഇതൊന്ന് മൈനസ് ചെയ്തേന്. 3ൽ നിന്ന് 1 പോയാൽ 2, 7ൽ നിന്ന് 4 പോയാൽ ബാക്കി 3. 1 മൈനസ് 1 0 ആണ് അല്ലെ. അപ്പൊ ഉത്തരം കിട്ടിയത് എത്രയാണ്? 0.32. രണ്ടെണ്ണത്തിന്റെ ഉത്തരം കിട്ടി. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്. ഇവിടെ തന്നിരിക്കുന്നത് എന്താണ്? √3 മൈനസ് √2 √3 പ്ലസ് √2 നമ്മളോട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞു. അത് നമ്മൾ സിംപ്ലിഫൈ ചെയ്തു. എന്താണ്? a² മൈനസ് b² ആണ് നമ്മൾ സിംപ്ലിഫൈ ചെയ്തത്. a² മൈനസ് b² √3ന്റെ സ്ക്വയർ 3ഉം √2ന്റെ സ്ക്വയർ 2ഉം ആണ്. അപ്പൊ നമുക്ക് കിട്ടി 1 കിട്ടി. ഈ ഒരു ഇക്വേഷനിൽ നാളെ 2 ചോദ്യങ്ങൾ ഇത് 1/√3 മൈനസ് √2 ഇടണം, 1/√3 പ്ലസ് √2. അപ്പൊ ഇതാണ് ഇപ്പത്തേക്ക് വരണമെങ്കിൽ ഉത്തരം ഇതാണ്. ഇനി ഇതിനെയാണ് നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോകണമെങ്കിൽ ബാക്കിയുള്ളത് ഇതാണ്. അതാണ് 1/√3 മൈനസ് √2 എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇവിടെ ഇതല്ലേ ഉള്ളത്? √3 പ്ലസ് √2 ആണ്. ഇവിടെ വന്നപ്പോ √3 പ്ലസ് 2 ആണ്. അപ്പോ √3 മൈനസ് √2 ആണ്. അപ്പൊ നമുക്ക് രണ്ടിന്റെയും ഉത്തരം നമുക്ക് കിട്ടി. ഇവിടെ നമ്മൾ ഇത് രണ്ടും കൂടി പ്ലസ് ചെയ്തു. ഇവിടെ വന്നപ്പോ മൈനസ് ചെയ്തപ്പോ 0.32 ചെയ്തു. അപ്പൊ നമ്മൾ ആ കണക്ക് കഴിഞ്ഞു. ഇനി അടുത്ത കണക്ക് 5ാമത്തെ കണക്കാണ്. 5ാമത്തെ കണക്ക് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറഞ്ഞുതരാം. അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്.